നമസ്കാരം. റിയൽ സ്റ്റോറി നോവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ലാലിച്ചൻ അഥവാ സ്റ്റാൻലിയുടെ ഭാര്യ എൽസമ്മ വല്ലാത്തൊരു കണ്ടീഷനിലും വല്ലാത്തൊരു സ്റ്റേജിലുമാണ് ഇപ്പോൾ ഉള്ളത്. അലീനയ്ക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ്. തൻ്റെ ശത്രുക്കളായിക്കോട്ടെ അലീനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടാൽ ആരും നോക്കാതെ അതും പുഴുവൊക്കെ അരിച്ച് ആ മുറിയിലേക്ക് കയറത്തില്ല കേട്ടോ. അതുപോലെ ദുർഗന്ധമാണ് ആ മുറിക്കകത്ത്. മൂത്രവിസർജനമൊക്കെ നിറഞ്ഞ് ബെഡൊക്കെ നനഞ്ഞു കൂന്ന് എന്താ പറയുക, അതുമാതിരി ഒരു അവസ്ഥ. ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ അലീന കണ്ട കാഴ്ച അലീനയ്ക്ക് ഒട്ടും സഹിക്കാത്തതാണ്. ഏതായാലും അലീന അത് കണ്ടിട്ട് നേരെ സ്റ്റാൻലിയോട് ചെന്ന് കാര്യമൊക്കെ പറഞ്ഞു. സ്റ്റാൻലിയോട് പറയുന്നത് വേറെ ഒന്നുമല്ല, എന്താണ് പപ്പയുടെ മക്കളുടെ അമ്മയല്ലേ? പപ്പയുടെ നിങ്ങൾ രണ്ടും കൂടെ ചേർന്നാണല്ലോ മൂന്ന് മക്കൾക്ക് ജന്മം നൽകിയത്. പപ്പയുടെ പാർട്ട്ണറല്ലേ, പപ്പയുടെ ഭാര്യയല്ലേ? പപ്പ എന്തൊക്കെ പറഞ്ഞാലും ഒരു പള്ളിയിൽ വെച്ച് രണ്ട് കുടുംബക്കാർ ചേർന്ന് വഹിച്ചൊരു കല്യാണമല്ലേ. അപ്പം ഏതായാലും അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ? 3 മക്കളും ഉണ്ടായില്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ പപ്പയല്ലാതെ വേറെ ആരാണ് എൽസമ്മേനെ സഹായിക്കാനുള്ളത്? അപ്പോൾ അതുകൊണ്ട് വിട്ട് കളയരുത് പപ്പ എന്ന് പറഞ്ഞു. അപ്പം സ്റ്റാൻലിക്ക് ഇത് കേട്ടപ്പോൾ തന്നെ വല്ലാത്തൊരു എന്താ പറയുക, ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ പ്രിയതമയായിരുന്നുവല്ലോ. അപ്പം എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാൻലി ഒരു തീരുമാനം എടുക്കാമെന്നാൽ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം, കൊളുത്തുപുഴയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞൊരു തീരുമാനം എടുത്തപ്പോഴത്തേക്കും അലീന പറഞ്ഞു അതിപ്പം എത്രത്തോളം പോസിബിൾ ആണോ എന്നറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പപ്പ അത്രയും ബുദ്ധിമുട്ടൊന്നും വേണ്ട, നമുക്ക് കൊളുത്തുപുഴയിലേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ട. ഒരു കാര്യം ചെയ്യാം പപ്പ എൻ്റെ കൂടെ വാ, നമുക്കൊന്ന് പോയി കാണാം. പപ്പ ഇപ്പോൾ ആദ്യം വാ, പപ്പ ഇതുവരെ കണ്ടില്ലല്ലോ. പപ്പ ഒന്ന് വാ എന്ന് പറഞ്ഞപ്പം ആദ്യമൊക്കെ നമ്മുടെ സ്റ്റാൻലി മടിച്ചെങ്കിലും പിന്നെ സ്റ്റാൻലി സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു ഏതായാലും നമുക്ക് പോകാൻ ബാ എന്ന് പറഞ്ഞ് അലീനയും സ്റ്റാൻലിയും കൂടി പോവുകയാണ് എൽസമ്മേനെ കാണാനായിട്ട്. എൽസമ്മയ്ക്ക് സഹോദരങ്ങളുണ്ട് കേട്ടോ, സഹോദരങ്ങളുണ്ട്. ഇത്രയും നാളും എൽസമ്മേനെ വേണമായിരുന്നു. പക്ഷേ ഇപ്പം ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല ആ സ്ത്രീയെ. സഹോദരങ്ങളെ ശരണമെന്നും പറഞ്ഞ് തൻ്റെ കുടുംബം ശരണമെന്നും പറഞ്ഞിട്ട് നടന്ന എൽസമ്മയ്ക്ക് വന്ന വിധിയാണിത്. അതുപോലെയായിരുന്നു നമ്മുടെ ലാലിച്ചനെ അടുപ്പിക്കാതെ ഈ റീത്തമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട്, മൂത്ത സഹോദരി. ഈ ഒരു പിശാച് തന്നെയാണ് അവൾ. അപ്പം അവൾ പറയുന്നത് കേട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എൽസമ്മ ജീവിച്ചിരുന്നത്. അവളായിരുന്നു എൽസമ്മയുടെ മറ്റേ കീ കൊടുക്കുന്ന റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ആളും ഒക്കെ അവളായിരുന്നു. അപ്പം അവളിപ്പം മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ലാലിച്ചൻ ഇത് പറയുന്നുണ്ട് അലീനയോട്, അവൾക്ക് ഏറ്റവും വലുത് അവരൊക്കെ ആയിരുന്നുവല്ലോ, അവർ പറയുന്നതായിരുന്നു കേട്ടോണ്ടിരുന്നത്, അവർ പറയുന്നതിനപ്പുറം ഒരു വാക്ക് എൽസമ്മയ്ക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പപ്പ ആ കേസൊക്കെ വിട് പപ്പ, നമുക്ക് എന്താ പപ്പ ആ കേസ് വിട് പപ്പ. ഒരു കാര്യം ഓർക്കണം, നമുക്ക് വേറെ ആരും എന്തു പറഞ്ഞെന്നോ നമ്മളെ എന്ത് ദ്രോഹം ചെയ്തെന്നോ എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. കാരണം നാളെ ഒരവസ്ഥ നമുക്ക് ഇങ്ങനത്തെ വരും. നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലെന്ന് പപ്പയ്ക്ക് ഉറപ്പുണ്ടോ? പപ്പയ്ക്ക് അറിയാമോ? അപ്പം പെട്ടെന്ന് സ്റ്റാൻലി ചോദിച്ചു, അല്ല നീ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നീ എന്നെ നോക്കൂലോ മോളെ എന്ന് പറഞ്ഞപ്പം അതൊക്കെ ദൈവത്തിൻ്റെ ഓരോരോ വിധികളല്ലേ, ആ ഒരു സമയത്ത് ഞാനില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ ഓരോ വിധിയാണ്. അപ്പം അതൊന്നും നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ പോലും നമ്മൾ ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ ശത്രുക്കളെ പോലും നമ്മൾ നോവിക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതാണ് പപ്പ ചെയ്തു കൊടുക്കേണ്ടത് എന്ന്. അങ്ങനെ അലീന ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ സ്റ്റാൻലിനെ ഓരോരോ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാൻലിക്ക് മനസ്സിലാവുകയാണ് എന്താണ് സ്നേഹം എന്നതും നമ്മൾ എന്തൊക്കെ നന്മ ചെയ്യണമെന്നുള്ളതും ഒക്കെ. സത്യം പറഞ്ഞിട്ടുണ്ട് അലീനയിൽ നിന്നാണ് സ്റ്റാൻലി പഠിക്കുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ സ്റ്റാൻലി മേടിച്ചു കൊടുത്ത വീട് തന്നെയാണ് ഈ എൽസമ്മ താമസിക്കുന്നത്. സ്റ്റാൻലി മേടിച്ചു കൊടുത്ത വീടാണ്. മക്കളും എൽസമ്മയൊക്കെ താമസിക്കുന്ന ആ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ തടയാനായിട്ട് ഇപ്പോൾ ആരും ഒന്നുമില്ല. നേരത്തെ ഭയങ്കര തടയലൊക്കെ ആയിരുന്നു, ഇപ്പോൾ തടയാനായിട്ട് ആരുമില്ല. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ റീത്താമ്മ സ്ഥലം മേടിച്ച് വലിയൊരു വീടൊക്കെ വെച്ചിട്ട് റീത്താമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ ചെന്നത് ആദ്യം റീത്താമ്മ കണ്ടില്ല. ആദ്യം റീത്താമ്മ എപ്പോഴും കണ്ണെത്തിന്ന് വരത്തില്ലല്ലോ. അപ്പോൾ ആദ്യം റീത്താമ്മ കാണുന്നില്ല. ആദ്യം ഇവർ കയറി ചെന്ന ഉടനെ പപ്പ കയറി വാന്നും പറഞ്ഞ് അലീനയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ അലീന ചെല്ലുന്നു. അലീന നമ്മുടെ സ്റ്റാൻലിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നു. അകത്തേക്ക് കയറി പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ
ഒരു വൃത്തിയും മെനയില്ലാതെ ആ വീട് ഫുള്ള് കിടക്കുന്നത്. അവിടെ നമ്മുടെ സ്റ്റാൻലിയുടെ മക്കൾ താമസിക്കുന്നുണ്ടെങ്കിലും അവിടെ താമസമുള്ള വീടാണെന്ന് പറയില്ല. ഈ മക്കൾക്ക് അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള മക്കളൊക്കെ തന്നെയാണ്. വേണമെങ്കിൽ ഈ മക്കൾക്ക് വൃത്തിക്കും വെടുപ്പിനും നമ്മുടെ എൽസമ്മേനെ നോക്കാന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻലിയോട് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തോ എങ്ങനെയോ വളർന്നു വന്ന ശീലമായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചു വെച്ചതായിരിക്കാം. നമ്മുടെ സ്റ്റാൻലിനെ ഈ പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്റ്റാൻലി അകത്തേക്ക് കയറി ചെന്ന് തൻ്റെ പ്രിയതമേനെ ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ ഉയ്യോ മനസ്സങ്ങ് മടിച്ചു പോവാണ് കേട്ടോ. എന്ത് പ്രിയതമയാണെങ്കിലും എന്ത് ചക്കര പൊന്നാര തേനെ പാലയാണെങ്കിലും ദുർഗന്ധം എപ്പോഴും ദുർഗന്ധം തന്നെയാണ്. അപ്പോൾ ഈ സ്മെല്ലെല്ലാം കൂടി അങ്ങ് വന്നിട്ട് നമ്മുടെ സ്റ്റാൻലി അങ്ങ് വല്ലാണ്ടായിപ്പോ. മൂക്കിലേക്ക് ഈ സ്മെല്ലടിച്ചിട്ട് മൂക്ക് പൊത്തുന്നു, ഛർദ്ദിക്കാൻ വരുന്നു. പക്ഷെ അലീനയ്ക്ക് ഒരു വെറുപ്പോ ഒരറപ്പോ ഒന്നുമില്ല. നമ്മുടെ അലീനയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അലീനയും സ്റ്റാൻലിയും കണ്ട ഉടനെ തന്നെ നമ്മുടെ എൽസമ്മ കണ്ണു തുറിച്ചൊരു നോട്ടം നോക്കുകയാണ് കേട്ടോ. ആ കിടന്ന കിടപ്പിൽ പോലും ഈ പറയുന്ന എൽസമ്മയ്ക്ക് നമ്മുടെ അലീനോടൊരു സ്നേഹമോ ദയോ ഒന്നും തോന്നുന്നൊന്നുമില്ല. ഈ സ്റ്റാൻലിയും അലീനയും കൂടെ ഒരുമിച്ച് വന്നത് അത് ഇഷ്ടവുമായിട്ടില്ല. എന്നിരുന്നാലും നമ്മുടെ അലീനയ്ക്ക് അത് നോക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തുറിച്ചൊരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു വികൃത രൂപമാണേ. രൂപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രതീക്ഷിച്ച് നോക്കിക്കേ. ചെടയൊക്കെ പിടിച്ച് തലമുടിയൊക്കെ പ്രതീക്ഷിച്ച് നോക്കാനല്ല, സോറി, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ജടയൊക്കെ പിടിച്ചിട്ട് അതുപോലെ തന്നെ വായുടെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ തുപ്പലൊഴുകി ഇങ്ങനെ വരുന്നൊരു പാട്. അത് ഈ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും. പിന്നെ പല്ല് തേക്കുന്നില്ല, മുഖം കഴുകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു രൂപവും അതുപോലെ തന്നെ അതിനകത്ത് മലമൂത്ര വിസർജനം അതിനകത്ത് തന്നെ നടത്താന്ന് ക്ലീനും ചെയ്യുന്നില്ല. അപ്പോൾ എത്രത്തോളം ദുർഗന്ധം രൂക്ഷമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റാൻലിക്ക് ഛർദ്ദിക്കാൻ വന്നിട്ട് സ്റ്റാൻലി ഓടുകയാണ്. അപ്പം നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ പുറത്ത് പോയി ഒരു നോക്ക് കണ്ടതേ ഉള്ളൂ, പുറത്ത് പോയി. അപ്പോൾ അലീന വന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ സ്റ്റാൻലി പപ്പ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ, ഇതാണ് എൻ്റെ സ്റ്റാൻലി പപ്പയുടെ മക്കളുടെ അമ്മയുടെ അവസ്ഥ. നമ്മളിത് കണ്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു നല്ലതും ഉണ്ടാകാൻ പോകുന്നില്ല സ്റ്റാൻലി പപ്പ. നമ്മളെല്ലാം എന്തൊക്കെ ഉണ്ടാക്കി സ്വരുക്കൂട്ടി എത്ര ഇട്ട് മൂടാനുള്ള പണം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളും ഈ അവസ്ഥയിലായി കഴിഞ്ഞാൽ ആരും നമ്മളെ നോക്കാൻ കാണില്ല സ്റ്റാൻലി പപ്പ. അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിർത്ത്, നീ ഇനി ഒന്നും പറയണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ, ഇതിന് ഒരു പരിഹാരം എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറ അലീന എന്ന് പറഞ്ഞപ്പം, എൻ്റെ പപ്പ ഒന്നും ചെയ്യണ്ട, എന്നെ ഒരു 2 മാസത്തേന് ഈ വീട്ടിലൊന്ന് നിൽക്കാൻ സമ്മതിച്ചാൽ മതിയെന്ന്. ഇത് കേട്ടതും, എന്താ അലീന നീ പറയുന്നത്, നിന്നെ 2 മാസം ഇവിടെ നിർത്താനോ, അതെങ്ങനെ ശരിയാകും? അതെ പ്ലീസ് പപ്പ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കാം. ഈ എൽസമ്മ ആൻറ്റീനെ നോക്കാൻ നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാൻ പറ്റും. പക്ഷേ എൽസമ്മ ആൻറ്റീനെ ആ ഹോം നേഴ്സ് നോക്കും എന്ന് എന്താണ് ഇത്ര ഉറപ്പ്? സ്വന്തം കൂടപ്പിറപ്പുകളോ രക്തങ്ങളോ ഒന്നും നോക്കാത്ത ഒരു അവസ്ഥയിൽ ഒരു ഹോം നേഴ്സ് നോക്കുമെന്ന് എന്താണ് പപ്പ ഉറപ്പിരിക്കുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഒരു 2 മാസം തന്നാൽ മതി, ഞാൻ ആൻറ്റിയുടെ ഈ അവസ്ഥ എടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന് ഇവിടെ ഉള്ളവരൊക്കെ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പപ്പ ഇതിന് മാത്രം പേടിച്ച് നിൽക്കരുത്. പപ്പ എന്തിനാ അവർ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത്? പപ്പ മേടിച്ച പപ്പയുടെ വീട്ടിൽ ഞാനിവിടെ നിൽക്കുന്നതിന് പപ്പയുടെ സമ്മതം പോരെ, എനിക്ക് അവരുടെ സമ്മതമൊന്നും വേണ്ട. അവരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മൈൻഡ് ആവത്തില്ല. ഞാനതൊക്കെ പുഷ്പം പോലെ നീക്കി കളയുള്ളൂ. എൻ്റെ ഒരേ ഒരു ആവശ്യമെന്ന് പറയുന്നത് എനിക്കിപ്പം എൽസമ്മ ആൻറ്റീനെ പഴയ പടുതി കൊണ്ടുവരണം, അതുമാത്രമേ ഉള്ളൂ. 3 മക്കളില്ലേ, ആ മക്കൾ അനാഥയാകാൻ പാടില്ല. ആ മക്കൾക്ക് ഒരു അമ്മയെ വേണ്ടേ? ആ മക്കൾ എന്തോ എങ്ങനെയോ ആയിക്കോട്ടെ, ആ മക്കൾ അമ്മേനെ നോക്കാത്തത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അവർ പഠിച്ചു വന്ന ശീലമൊക്കെ ആയിരിക്കാം പപ്പ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പപ്പ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി എന്ന് പറയുമ്പോൾ, എന്ത് കാര്യം നിനക്ക് ചെയ്തു തരേണ്ടത്? അതുമാത്രമല്ല, നിനക്കറിയാമോ വല്യപ്പച്ചൻ നീ ഇല്ലാതെ അവിടെ നിൽക്കുമോ? വല്യപ്പച്ചനോടൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പപ്പ. അത് വിട്, വല്യപ്പച്ചനോട് ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. വല്യപ്പച്ചനെല്ലാം അറിയാം. വല്യപ്പച്ചൻ്റെ കാര്യം ഓർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ട. വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ നേരത്തെ സമ്മതം മേടിച്ചതെന്ന് പറഞ്ഞപ്പം, ഇതും നീയും വല്യപ്പച്ചനും കൂടെ കളിക്കുന്ന കളിയാണോ അലീന? അല്ലപ്പച്ചെന്നല്ല, അല്ല പപ്പേ, ഇത് ഞാനും വല്യപ്പച്ചനൊന്നും കളിക്കുന്ന കളിയൊന്നുമല്ല. ഇതിനിപ്പം ദൈവം അവസരം ഉണ്ടാക്കി തന്ന എനിക്ക്, ദൈവം എൻ്റെ കൺമുമ്പിൽ കൊണ്ട് തന്നതാ. ഒരുപക്ഷെ പപ്പയുടെയൊക്കെ ഇടത്തേക്ക് എന്നെ ദൈവം പറഞ്ഞു വിട്ടത് തന്നെ ഇതിനൊക്കെ ആയിരിക്കാം. ഇങ്ങനെ ഒരു അവസ്ഥ വരും, ആരും നോക്കാത്തൊരു സ്ത്രീ ഉണ്ടാകും, അവളെ നീ നോക്കണം, നീ അവളെ ശുശ്രൂഷിക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അതാണ് വിധിയെങ്കിൽ
പപ്പ എനിക്കിവിടെ നിന്നേ പറ്റൂ പപ്പ എന്ന് പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഓക്കെ ഞാൻ സമ്മതിക്കുന്നു, നീ ഇവിടെ നിൽക്കുക, ഇനി ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്, ഇവിടെ എന്താ നിനക്ക് വേണ്ടത്, ഞാൻ എന്ത് ചെയ്തു തരണം? അത് വേറെ ഒന്നുമല്ല പപ്പ, എനിക്ക് കുറച്ച് പൈസ തരണം, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പോയി മേടിക്കണം, എനിക്ക് കുറച്ച് പൈസ തരണം, പിന്നെ ഇവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ എനിക്ക് ഒരാളെ നിർത്തി ക്ലീൻ ചെയ്യിക്കാൻ ഒരാളെ നിർത്തണം. അത് ഹോം നേഴ്സ് ഒന്നുമല്ല, 1-2 ദിവസം ഒരാളെ നിർത്തിയാൽ മതി ക്ലീൻ ചെയ്യാനായിട്ട്. എന്നിട്ട് ഫുള്ള് ക്ലീനൊക്കെ ചെയ്യണം. ഇവിടുത്തെ പാചകവും ആൻറ്റീനെ നോക്കുന്നതും പിള്ളേരെ നോക്കുന്നതും ഒക്കെ ഞാൻ ആയിക്കോളാം, കുഴപ്പമില്ല. പക്ഷേ 2 ദിവസത്തേന് എനിക്ക് ആരെങ്കിലും നിർത്തി തരണം, എനിക്കത് ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സ്റ്റാൻലി പറഞ്ഞു, ഓക്കെ എല്ലാം നീ പറയുന്നത് പോലെ അലീന, എല്ലാം നീ പറയുന്നത് പോലെ, നീ പറഞ്ഞിട്ടാണല്ലോ ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ എല്ലാം നീ പറയുന്നത് പോലെ നീ എന്താണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ, എല്ലാം നല്ലതിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ അലീനയുടെ കയ്യിലേക്ക് കുറച്ച് പൈസ എടുത്തു കൊടുത്തിട്ട് ഇത് നീ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് എത്ര രൂപയുണ്ട് പപ്പ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതിപ്പോൾ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ 500 രൂപ. ഓ, ഇത് ഞാൻ എണ്ണി നോക്കിയിട്ട് 500 രൂപ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എൻ്റെ സ്റ്റാൻലി പപ്പ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പം ഇത് 10,000 ഉണ്ട്, 10,000 എന്ന് തന്നെ ഞാൻ പറയണ്ടേ? അപ്പം അതുകൊണ്ട് നമ്മൾ ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്ന് സ്റ്റാൻലി പപ്പ ഇങ്ങനെ പൈസ മകൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കരുത്. എണ്ണി തിട്ടപ്പെടുത്തി വേണം നമ്മൾ ഒരാൾക്ക് പൈസ എടുത്ത് കൊടുക്കാനും. ആ പൈസ നമ്മളാണ് ഇപ്പം മേടിക്കുന്നതെങ്കിൽ അത് എണ്ണി തിട്ടപ്പെടുത്തി വേണം ആ പൈസ നമ്മൾ മേടിക്കാനും. അങ്ങനെയല്ലേ സ്റ്റാൻലി പപ്പ വേണ്ടത്, അങ്ങനെയാണ് സ്റ്റാൻലി പപ്പ വേണ്ടത് എന്ന് പറഞ്ഞ് അവിടെയും നമ്മുടെ അലീന ഉപദേശിക്കുകയാണ്. ഏതായാലും അങ്ങനെ സ്റ്റാൻലി ഏൽപ്പിച്ചിട്ട് പോയി കേട്ടോ. സ്റ്റാൻലി മനസ്സോടെയാണ് പോകുന്നത്. ഏതായാലും സ്റ്റാൻലി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന എൽസമ്മയ്ക്ക് ഇപ്പോഴും അലീനയെ കണ്ണിന് കണ്ടുകൂടാ. ആ കിടക്കുന്ന വേദന സഹിച്ച് നരകാവസ്ഥയിൽ കിടക്കുമ്പോഴും അലീനയെ നോക്കുമ്പോഴും ആ കണ്ണിൽ ഇഷ്ടമില്ലായ്മ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇഷ്ടമില്ലായ്മയുടെ ആ ഒരു തീക്ഷ്ണത മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്ത് ചെയ്യുന്നു, അലീന അതൊന്നും മൈൻഡാക്കുന്നില്ല. ഏതായാലും അപ്പോഴത്തേക്കും അവിടുത്തെ നമ്മുടെ റീത്താമ്മ അവിടെ വന്നു. എവിടെ പോയേക്കുമായിരുന്നു. പുള്ളിക്കാരി വന്നിട്ട് ആരാ നിങ്ങളോടൊക്കെ ഇവിടെ വരാൻ പറഞ്ഞത്, ആരാ ഇവളെ കയറ്റി ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ അലീന അങ്ങ് ചെന്നില്ലേ. അലീന പറഞ്ഞു, അതെ ഞാനിവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ പപ്പയുടെ വീടാണേ, എൻ്റെ പപ്പയുടെ വീട്ടിലാണേ ഞാൻ താമസിക്കുന്നത്. എൻ്റെ പപ്പയുടെ ഭാര്യയ്ക്ക് എഴുതി കൊടുത്ത വീടായത്. അവിടെ കയറി വരുന്നതിന് എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ പപ്പയുടെ മോളാണ്, അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളുടെ അമ്മയാണ് ഇവിടുത്തെ എൽസമ്മ എന്ന ആൻറ്റി. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിവിടെ നിൽക്കും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. മാത്രമല്ല നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ? നിങ്ങളിവിടെ നിങ്ങളുടെ സഹോദരീനെ ഭയങ്കരമായിട്ടും കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നുവല്ലോ, എന്തിനും ഏതിനും എല്ലാം സഹോദരിയുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പം ആ സ്ത്രീ കിടക്കുന്ന കിടപ്പ് കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് റീത്താമ്മയ്ക്കും ഉത്തരം മുട്ടിപ്പോയി. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കാണിക്കുക എന്നൊക്കെ പറയുമല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ റീത്താമ്മ പറയുകയാണ്, അത് പിന്നെ ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കുവേ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, അവളൊരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ പോവുക എന്ന് പറയുമ്പോഴത്തേക്കും വൃദ്ധസദനത്തിലേക്ക് മാറ്റാനോ? ഇത് വൃദ്ധയാണോ വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ വേണ്ടി? ആരും ഇല്ലാത്തവളാണോ വൃദ്ധസദനത്തിലേക്ക് മാറ്റാൻ വേണ്ടി? അല്ലല്ലോ. നിങ്ങൾക്ക് മനസ്സാക്ഷി എന്ന് ഒന്നില്ലേ? നിങ്ങൾക്ക് മനസ്സാക്ഷി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് റീത്താമ്മ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാനിപ്പം അച്ചായന്മാരെ എല്ലാവരും വിളിച്ചാൽ എന്ന് പറഞ്ഞപ്പം നിങ്ങൾ ആരെ വിളിച്ചാലും എനിക്കൊരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല. നിങ്ങൾ ആരെയൊക്കെ വിളിക്കാൻ പറ്റുന്നുവോ അവരെയൊക്കെ നിങ്ങൾ വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനൊന്ന് തീരുമാനിച്ചത് തന്നെയാണ്, ഞാൻ ഇവിടെ എൽസമ്മ ആൻറ്റിയുടെ കൂടെ 2 മാസക്കാലം കാണും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അലീന വെല്ലും വിളിച്ചു. അലീന നേരെ ഇത് കഴിഞ്ഞ് നമ്മുടെ എൽസമ്മേനെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കാണാൻ പോയി. അങ്ങനെ ഡോക്ടറെ കാണുകയാണ്. ഡോക്ടർ പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽസമ്മയ്ക്ക് ഇനി ജീവൻ കിട്ടത്തില്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇനി എൽസമ്മയ്ക്ക് ജീവൻ കിട്ടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. കാരണം ആ സ്ത്രീ അത്രയ്ക്കും അധികം ബുദ്ധിമുട്ടിയും വിഷമിച്ചുമൊക്കെയാണ് അവിടെ ഇത്രയും നാളും കഴിഞ്ഞത്. അതിനെ നല്ല രീതിയിൽ നോക്കേണ്ട സമയം കഴിഞ്ഞു. 100 തവണ ഞാൻ ആ സ്ത്രീയുടെ സഹോദരങ്ങളോടൊക്കെ പറഞ്ഞതാണ്, അവളെ വൃത്തിയായിട്ട് നോക്കണം. അതുപോലെ കുറേ ഈ ഫിസിയോതെറാപ്പിയൊക്കെ കുറേ ഉണ്ട്. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒക്കെ ചെയ്ത് അവളെ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് വരേണ്ട സമയം കഴിഞ്ഞു പോയി കുട്ടി. അതുകൊണ്ട് ഇനി അവളെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും 1 മാസക്കാലം കാണുമായിരിക്കും.
അത് കഴിയുമ്പം അവൾ മരിച്ചു പോകും. ആ ഒരവസ്ഥയായിപ്പോയി. ഞാനും പരാതി കൊടുക്കാമെന്നൊക്കെ ഓർത്ത് ഒരുങ്ങി ഇറങ്ങിയതൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ പിന്നെ പുലിവാലും ആകുമെന്ന് ഓർത്ത് തന്നെയാണ് ഞാൻ പരാതി കൊടുക്കാത്തത്. കാരണം എൽസമ്മ എപ്പോഴും എൽസമ്മയുടെ സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുക്കാതിരുന്നത്. ഒരു എന്താ പറയുക, ഒരു തെരുവിൽ കിടക്കുന്ന ഒരു തെരുവ് പട്ടിക്ക് പോലും ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആരും സഹിക്കത്തില്ല. ഏതായാലും നിന്നെക്കൊണ്ട് ഇത് നോക്കി ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള കഴിവ് കൊച്ചേ നിനക്കില്ല. 10-24 വയസ്സായതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ, വയസ്സിലല്ലല്ലോ നമ്മുടെ കഴിവിരിക്കുന്നത്. എനിക്ക് ഒരു വിശ്വാസമുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് പറ്റും. ഞാൻ എൽസമ്മ ആൻറ്റീനെ നോക്കി പരിചരിച്ച് നേരെയാക്കും. അല്ല നിനക്ക് ഇതിന് മുമ്പത്തെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം എന്തൊക്കെ എക്സ്പീരിയൻസാണ് സാറേ എനിക്കുള്ളത്? എനിക്ക് എക്സ്പീരിയൻസ് മാത്രമല്ലേ ഉള്ളൂ. കാരണം ഞാൻ വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. അവിടെ ഒരുപാട് രോഗികളെ ശുശ്രൂഷിച്ച്, തെരുവിൽ നിന്നും എടുത്തുകൊണ്ട് വന്ന് ഒരുപാട് രോഗികളെ ശുശ്രൂഷിച്ച് ആയുസ് നീട്ടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവം എനിക്ക് തന്ന കഴിവ് ഞാൻ മനസ്സിലിട്ട് ഇങ്ങനെ മുരടിപ്പിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്, അത് ഞാൻ ഉപയോഗിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയുടെ ആ വർത്തമാനത്തിലൊക്കെ ഡോക്ടർക്കും എന്താ വിശ്വാസം വന്നിട്ട് ഡോക്ടർ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരുപാട് റിസ്ക് എടുക്കണം, രാവിലെ മുതൽ വൈകിട്ട് വരെ ആ സ്ത്രീയുടെ കൂടെ ഉണ്ടാകണം, പല തെറാപ്പീസൊക്കെ ചെയ്ത് നമ്മൾ മാറ്റിയെടുക്കണം. ചിലപ്പം അവർ നമ്മളോട് സഹകരിച്ചെന്ന് വരില്ല, നമ്മൾ അവരോട് സഹകരിച്ച് അവരുടേതായ രീതിയിൽ വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു അങ്ങ് ലിസ്റ്റൊക്കെ കൊടുത്തു. ഏതായാലും അലീന രണ്ടും കൽപ്പിച്ചിറങ്ങിത്തിരിക്കുകയാണ്. തൻ്റെ പപ്പായുടെ ഭാര്യനെ രക്ഷിക്കണം. അതിപ്പോൾ ആരോ ആയിക്കോട്ടെ, തൻ്റെ പപ്പായുടെ ഭാര്യയല്ല, വേറെ ആരോ ആയിക്കോട്ടെ, രക്ഷിക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി തിരിക്കുകയാണ് കേട്ടോ. അപ്പം അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് കാണാമേ. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് കഥ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് ഇടുന്നതായിരിക്കും. അപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.